2024 മലയാള സിനിമാ പ്രേമികളും ടൊവിനോ ആരാധകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോൾ ചിത്രം ഓണം പ്രമാണിച്ച് തിയേറ്ററോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ വർഷം മലയാളത്തിൽ ഏറെ പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ ഒന്നാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ. ടൊവിനോ തോമസ് 3 വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറിൽ എത്തുന്ന ചിത്രമാണ്. പൂർണ്ണമായിട്ട് 3Dയിലാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വന്ന ട്രെയിലറിനും ടീസറിനും മികച്ച റെസ്പോൺസ് തന്നെയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായത്. ചിത്രത്തിൽ അജയൻ, മണിയൻ, കുഞ്ഞിക്കേള് തുടങ്ങിയ 3 കഥാപാത്രങ്ങളായിട്ടാണ് ടൊവിനോ എത്തുന്നത്. ഒരു 3 പീരീഡിലായിട്ട് കഥ പറയുന്ന ഒരു ചിത്രമാണെന്നാണ് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ നമുക്ക് കാണുമ്പോൾ നൽകുന്ന സൂചന. നവാഗതനായ ജിതിൻ രാജാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത്. ഗോദ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സഹസംവിധായകൻ കൂടിയായിരുന്നു ജിതിൻ. ഇതൊക്കെയാണ് തമിഴിലും തെലുങ്കിലും ഹിന്ദിയിൽ നിന്നൊക്കെ വലിയ ക്യാൻവാസി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. അത്തരത്തിലൊരു കിടപിടിക്കാൻ പോകുന്ന ഒരു മലയാള ചിത്രം കൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഒരു വലിയ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം തീർച്ചയായിട്ടും ഈ ഓണം നാളിൽ പ്രേക്ഷകർക്കുള്ള വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കും ടൊവിനോ ഒരുക്കുന്നതെന്ന് ഉറപ്പിക്കുന്ന ട്രെയിലർ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിൽ 3 വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് ടൊവിനോ തോമസ് ചിത്രത്തിൽ അഴിഞ്ഞാടുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു വിരുന്ന് തന്നെ കിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ഓണസദ്യ തന്നെ കിട്ടുന്നവനെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. സെപ്റ്റംബർ മാസം 12-ാം തീയതി വേൾഡ് വൈഡ് ആയിട്ട് ചിത്രം റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചിത്രം തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി അപ്പം ടൊവിനോ തോമസ് നായകനായിട്ട് എത്തുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ ഈ ഓണത്തിന് തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാരൊക്കെയെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.